ടി ജി ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പക്ഷേ ഇന്ന് പറയേണ്ട ഒരു പേര് താഷി നങ്കയാൽ എന്ന് പറയുന്ന ഒരു ആട്ടിടെ ഇയാളുടെ 18 യാക്കുകളെ കാണാതെ പോയി. അതിനെ തിരഞ്ഞ് കാർഗിൽ മലനിരകളിൽ അദ്ദേഹം നടത്തിയ ഒരു അന്വേഷണത്തിനിടയിലാണ് പാകിസ്ഥാൻ സൈന്യം നമ്മുടെ തന്ത്രപ്രധാനമായ മലനിരകൾ കൈയടക്കി വെച്ചു എന്ന് നമ്മുടെ പട്ടാളം അറിയുന്നത്. കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ട് 25 വർഷം പൂർത്തിയായി. ഇന്നിപ്പോൾ ദ്രാസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ചതിയുടെയും പാകിസ്ഥാൻ്റെ ഭീകരപ്രവർത്തനത്തിൻ്റെയും ഓർമ്മ ദിവസമാണ്. ഭീകരപ്രവർത്തനത്തെയും പാകിസ്ഥാൻ്റെ ചതിയെയും ഇന്ത്യ നേരിടും എന്നാണ് പറയുന്നത്. ഇത് പറയുമ്പോഴും നമ്മുടെ പട്ടാളക്കാർ കാർഗിൽ, ലഡാക്കിൽ, ജമ്മുവിൽ, കാശ്മീരിലൊക്കെ ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ എംപ്റ്റി റെട്ടറിക് ഉണ്ടല്ലോ, പൊള്ളയായ ചെണ്ടകൊട്ടൽ, ചതി, വഞ്ചന, വാട്ട് എൽസ് യു ആർ എക്സ്പെക്റ്റിംഗ് ഫ്രം പാകിസ്ഥാൻ? വേറെ എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ചരിത്രത്തിൽ മുഴുവൻ അവർ ചെയ്തിട്ടുള്ളത് ചതിയും വഞ്ചനയുമാണ്. അവർ നമ്മുടെ സുഹൃത്തുക്കളല്ല. സുഹൃത്തുക്കളായി അഭിനയിക്കുമ്പോൾ തന്നെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇത് ചതിക്കാനുള്ള തുടക്കമാണ്. എന്നിട്ട് ചതിയും വഞ്ചനയും കൊണ്ട് നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. അവർ ജയിച്ചു മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ. ദേ ഹാവ് വൺ ഹിസ്റ്റോറിക്കലി. 1/3 ഓഫ് യുവർ കാശ്മീർ ഈസ് വിത്ത് പാകിസ്ഥാൻ, ഇസ് ഇറ്റ് നോട്ട്? പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ ഇപ്പോഴും അവരുടെ കയ്യിലാണ്. എന്ത് ചെയ്തു എന്നാണ് ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ളവർ ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാ വാചകമടിക്കുക. ചതി കൊണ്ടും വഞ്ചന കൊണ്ടും ഒന്നും താൻ ജയിക്കാമെന്ന് വിചാരിക്കേണ്ട. അവൻ ജയിച്ചിട്ടേ ഉള്ളൂ. അവൻ എവിടെ തോറ്റു എന്നാണ്. നിങ്ങളൊരു ബാലാക്കോട്ട് സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു ഉറി സ്ട്രൈക്കൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതല്ലാതെ സബ്സ്റ്റാൻഷ്യലി യു ഹാവ് നോട്ട് ഗെയിൻഡ് എനിത്തിങ്. കാർഗിലിൽ പാകിസ്ഥാൻ്റെ പട്ടാളം കയറി വരുന്നത് നിങ്ങളെ അറിയിക്കാൻ ഒരു ആട്ടിടയൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ വാട്ട് എ ഷെയിം, വാട്ട് എ ഷെയിം. ആൻഡ് ദാറ്റ് ടു ആഫ്റ്റർ ഓപ്പറേഷൻ ബ്രാസ് ടാക്സ്. ഞാനൊരു മിലിറ്ററി വിദഗ്ധനോ സംഗതിയോ ഒന്നുമല്ല. കൺവെൻഷനലി നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നോക്കിയുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. 1986-87 ഇതുപോലെ വാചകമടിയും സംഗതിയൊക്കെ ആയിട്ട് രാഷ്ട്രീയക്കാർ കഴിയുമ്പോൾ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ സുന്ദർജി ഹീ ഡിസൈഡഡ് ഓപ്പറേഷൻ ബ്രാസ് ടാക്സ് എന്ന പദ്ധതി 6 ലക്ഷം മുതൽ 8 ലക്ഷം പട്ടാളക്കാരെ രാജസ്ഥാൻ മുതലുള്ള അതിർത്തിയിൽ അങ്ങ് നിരത്തി. എന്തിനു നിരത്തി? എന്താണ് സുന്ദർജിയുടെ പ്ലാൻ എന്ന് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റനൻസിനെ പോലും അറിയില്ല. സുന്ദർജി പറഞ്ഞു, ഡു ആസ് ഐ സേ, ദാറ്റ്സ് ഓൾ. ലോകം മുഴുവൻ കിടുങ്ങിപ്പോയി. എന്തിനുള്ള പുറപ്പാടാണ് ഇന്ത്യ? വാസ്തവത്തിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിക്ക് പോലും അറിയില്ല. ജനറൽ സുന്ദർജി ഈസ് ഇൻ കമാൻഡ്. പട്ടാള മേധാവിയെ തള്ളിപ്പറയാൻ പറ്റുമോ? ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ? എല്ലാവരും അമ്പരന്ന് പോയി. ആ ഒറ്റ എക്സർസൈസ് നാറ്റോ പോലും ഇത്രയും വലിയ ബിൽഡപ്പ് നടത്തിയിട്ടില്ല. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരു രാജ്യം നടത്തിയ ഏറ്റവും വലിയ ബിൽഡപ്പ് അന്ന് ജനറൽ സുന്ദർജിയുടെ ആയിരുന്നു. അതിൽ പാകിസ്ഥാൻ വരണ്ടുപോയി. പാകിസ്ഥാൻ ആക്രമിക്കപ്പെടുമെന്ന് ഭയന്നുപോയി. പാകിസ്ഥാൻ്റെ പട്ടാളക്കാരെ മുഴുവൻ അവർ അതിർത്തിയിൽ കൊണ്ടുവന്നു. അവസാനത്തെ എണ്ണത്തെ കൂടെ ബാരക്കിൽ നിന്ന് സുന്ദർജി പുറത്തിറക്കി. എത്രയുണ്ട് നിൻ്റെ സ്ട്രെങ്ത് എന്ന് കാണട്ടെ. എല്ലാവരും കാല് പിടിച്ചു സുന്ദർജിയുടെ. പ്ലീസ് അവിവേകം കാണിക്കരുത്. പുള്ളി പറഞ്ഞു, നോ, ഐ ജസ്റ്റ് വാണ്ട് ടു ഷോ മൈ സ്ട്രെങ്ത് ടു പാകിസ്ഥാൻ സോ ദാറ്റ് ദേ ബിഹേവ് പ്രോപ്പർലി. മര്യാദയ്ക്ക് കഴിഞ്ഞോളണം. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ജമ്മു കാശ്മീരിൽ ഒരു 55 പേര് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ജമ്മു ഭാഗത്ത് കാട്ടിലാണ് അവർ. നമ്മൾ ചെയ്യുന്നത് എന്താ? ഒരു 4000 പട്ടാളക്കാരെ വെച്ച് ആ കാട് വളഞ്ഞു. അറ്റ് ദ മോസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ? 55 പേരെ വെടിവെച്ച് കൊല്ലും. കൊല്ലപ്പെടാൻ റെഡിയായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ പട്ടാളം ഹിന്ദിയിൽ ഷബാബ് ഓർ കബാബ് എന്ന് പറയും. ഷറാബ് ഓർ കബാബ്, വെള്ളവും ചിക്കനും. ഇതുമായിട്ട് പാകിസ്ഥാൻ പട്ടാളം ബാരക്കിലാണ്, ഇംഗ്ലണ്ടിലാണ്, കാനഡയിലാണ്, സാൻ ഫ്രാൻസിസ്കോയിലാണ് അവരുടെ മേധാവികളൊക്കെ. സുഖജീവിതം നയിക്കുക. ഈ പറഞ്ഞ വിപ്ലവകാരി എന്നവർ പറയുന്ന ഫിദായിൻ, അവർ ചാകാനായിട്ട് ട്രെയിൻ ചെയ്തിരിക്കുക, കൂലിയും കൊടുത്തിട്ട് അവന്മാരെ കയറ്റി വിട്ടിരിക്കുകയാണ്. അവന്മാരുമായിട്ടാണ് നമ്മുടെ യുദ്ധം.
പാകിസ്ഥാൻ അപ്പർ ഹാൻഡുള്ള ഒരു യുദ്ധമാണ് നടക്കുന്നത്. ചെറിയ വെടിവെപ്പ്, യുദ്ധം എന്ന് പറയാറായിട്ടില്ല. എന്തുകൊണ്ട് നമ്മുടെ പട്ടാളത്തെ ഫുൾ സ്ട്രെങ്ത്തിൽ പണ്ട് ജനറൽ സുന്ദർജി ചെയ്ത പോലെ ചെയ്യുന്നില്ല? അങ്ങനെയാണെങ്കിൽ പട്ടാള മേധാവികൾ അടക്കം ഫോറിനിലുള്ളവർ പാകിസ്ഥാനിലേക്ക് വരും, പാകിസ്ഥാനിലുള്ളവർ അതിർത്തിയിലേക്ക് വരും. പാകിസ്ഥാൻ്റെ പട്ടാളക്കാരുടെ വീട്ടിലുള്ള അമ്മമാർക്കും ഭാര്യമാർക്കും നെഞ്ചിൽ തീ വരും. അവർ ബഹളം വയ്ക്കും, ഈ അലമ്പ് നിർത്താൻ പറയും. അവരെ കൊണ്ട് തന്നെ നിർത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളത് വെച്ച് ഞാൻ പറയാമല്ല, ഞാൻ പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ എനിക്കൊന്നും ABCD അറിയില്ല. ഞാൻ കാർഗിലിൻ്റെ ഓർമ്മയിൽ ഞാനന്ന് കെൽട്രോണിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ കെൽട്രോൺ ഒരുപാട് സ്ഥലത്ത് കമ്പ്യൂട്ടറുകൾ കൊടുത്തിട്ടുണ്ട്, 10-15 ടെക്നീഷ്യൻസ് ഉണ്ട്. എപ്പോഴും ബൈക്ക് എടുത്ത് ഓടിക്കൊണ്ടേയിരിക്കും, എവിടെ എന്ത് ട്രബിൾ വന്നു കഴിഞ്ഞാലും. നമ്മളുടെ പഴയ ഡെസ്ക്ടോപ്പാണ്, ഇപ്പോഴത്തെ ആധുനികതയൊന്നുമില്ല, മൊബൈൽ ഫോണില്ലേ ഇല്ല ആ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ NCCയുടെ സ്റ്റേറ്റ് കമാൻഡൻ്റുണ്ട്, ഒരു മേജർ ഫിലിപ്പ്, അദ്ദേഹം എന്നെ വിളിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഹൈ ഓഫീസേഴ്സ് എന്നെ വിളിക്കുമ്പോൾ എനിക്കൊരു പരിഭ്രമമാണ്. കാരണം ടെക്നീഷ്യൻസ് ഫെയിലായിരിക്കുന്നു എവിടെയോ. അപ്പോഴാണ് ഈ എന്നെ അതിൻ്റെ ഇൻചാർജായ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ സാധാരണ എനിക്ക് വിളി വരാറില്ല. എന്നോട് MD തന്നെ ചോദിക്കുന്ന ഹൗ മെനി കോൾസ് ഡയറക്ട്ലി ലാൻഡ് അപ്പോൺ യുവർ ടേബിൾ, ഞാൻ പറയും 0, വെരി ഗുഡ് ആണ്. ഒരു കോളും നമ്മുടെ അടുത്ത് വരരുത്, അതാ കൺസേൺഡ് ആളങ്ങ് തീർക്കണം, അതാണ് ഐഡിയ. ഞാൻ പോയി. ഇദ്ദേഹം അസാമാന്യ പൊക്കവും തടിയൊക്കെ ഉള്ള സോൾജിയർ കേട്ടോ, ഒരുപാട് മെഡൽസ് അത് ഇതൊക്കെ ആയിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ നെർവസായിട്ട് ഇരുന്നു. എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പറ്റി അന്വേഷിച്ചു, വെരി ഗുഡ്, നല്ല സർവീസാണ്, എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നടത്തുന്ന ആളാണ്. ബട്ട് ഞാൻ നിങ്ങളെ ഇപ്പോൾ വിളിച്ചത് നിങ്ങൾ RSSകാരനായതുകൊണ്ടാണ്. അതും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞു, സാർ അത് രഹസ്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം, ഞാൻ അതിൻ്റെ ചുമതലക്കാരനൊന്നുമല്ല, പക്ഷേ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾക്ക് എൻ്റെ വികാരം മനസ്സിലാവും, ഒരു നാഷണലിസ്റ്റിന് എൻ്റെ വികാരം മനസ്സിലാവും. ഞാനൊരു സോൾജിയറാണ്, എന്നെ ഇവിടെ തടവിലിട്ടിരിക്കുന്നു, ഈ NCCയുടെ കമാൻഡൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല ഞാൻ. അപ്പോൾ ഇവർ മൈ ബോയ്സ് എന്നൊക്കെ അല്ലേ പട്ടാളക്കാരെ പറ്റി പറയുള്ളൂ. മൈ ബോയ്സ് ആർ ക്ലൈംബിങ് ലൈക്ക് ദിസ് ആൻഡ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കൊക്കക്കോളയോ അതോ പെപ്സിയോ അങ്ങനെ ഒഴിച്ച ഒരു ഗ്ലാസ് ഇരിപ്പുണ്ട്. ഈ ഗ്ലാസ് ഇതിന് മധുരമുള്ളതുകൊണ്ട് ഒരു ചെറിയ ഉറുമ്പ് ഇങ്ങനെ മുകളിലേക്ക് കയറുന്നു. മോഹൻദാസ് കണ്ടോ, ഈ ഉറുമ്പ് പോലെയാണ് എൻ്റെ മൈ ബോയ്സ് ആർ ക്ലൈംബിങ് ദർ. ഇതേ ഗ്ലാസ് പോലത്തെ ഐസ് ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങി നിൽക്കുന്ന മഞ്ഞുമല, അതിലേക്ക് കയറിൽ മറ്റേ കൊണി വെച്ച് എറിഞ്ഞ് അതിൽ പിടിച്ചിങ്ങനെ തൂങ്ങിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്നു. ഞാൻ അവരുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ ഇവിടെ പൂട്ടിയിടരുത്. ഐ കോണ്ടാക്റ്റഡ് എവരിബഡി ഇൻ ആർമി, X, Y and Z of army, but I am not being released. I feel belittled myself by sitting in this cabin. Now, nobody understands my frustration. Least of my wife. ഭാര്യയോട് പറയാനും അയാൾ പരിഭ്രമിക്കും ഇത് കേൾക്കുമ്പോൾ. ഞാനെങ്ങാനും ഒറ്റയ്ക്ക് ഓടി അങ്ങോട്ട് പോയി വെടികൊണ്ട് മരിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഐ എം എ ഡിസിപ്ലിൻ സോൾജിയർ. ഐ നീഡ് ഓർഡേഴ്സ്, ബട്ട് ദ ഓർഡേഴ്സ് ആർ നോട്ട് കമ്മിങ്. ഇറ്റ് സീംസ് ഇന്ത്യൻ മിലിറ്ററി, ഐ എം നോട്ട് വർത്തി ഇൻ ഇന്ത്യൻ മിലിറ്ററി. എന്നെ യുദ്ധം ചെയ്യാൻ കൊള്ളുകയില്ല, എന്താ വിചാരിക്കുന്നത് പറഞ്ഞ് വല്ലാത്ത ഫ്രസ്ട്രേഷൻ. അരമുക്കാൽ മണിക്കൂർ അദ്ദേഹം അങ്ങ് അൺലോഡ് ചെയ്തു. ഞാൻ സുനിലെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പട്ടാളക്കാരനെ കണ്ടു. എണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യാൻ തോന്നി. പിന്നെ അതൊരു നാടകീയതയാകുമല്ലോ എന്ന് വിചാരിച്ചു. ഇത് പറയുമ്പോൾ എനിക്ക് ഗൂസ് ബംപ്സ് വരുന്നുണ്ട്. ദിസ് വാസ് മേജർ ഫിലിപ്പ്. ഇതായിരുന്നു കാർഗിലിൽ നമ്മളുടെ അവസ്ഥ. അതൊരു എന്തൊക്കെ പറഞ്ഞാലും അതൊരു ലിമിറ്റഡ് വാറായിരുന്നു. ലിമിറ്റഡ് ടു കാർഗിൽ, നോട്ട് എ ഫുൾ സ്കെയിൽ വാർ. 1971 ശേഷം നമ്മൾ ഒരു ഫുൾ സ്കെയിൽ വാറും പാകിസ്ഥാനുമായിട്ട് ചെയ്തിട്ടില്ല. 62 ശേഷം ചൈനയുമായിട്ടും ഫുൾ സ്കെയിൽ വാർ നടന്നിട്ടില്ല. യുദ്ധം എന്ന് പറയാനുള്ള ഒരു യുദ്ധം നമ്മൾ നടത്തിയിട്ടില്ല. കാർഗിലിലെ ലിമിറ്റഡ് ഓപ്പറേഷനായിരുന്നു. അവർ കയറി വന്നു, നമ്മൾ അവരെ തുരത്തി നമ്മുടെ സ്ഥലം പിടിച്ചു. ദിസ് ഈസ് ഓൾ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ കാർഗിൽ.
പിന്നെ ഞാൻ പറഞ്ഞ മറ്റേ സംഭവം, ബലാക്കോട്ട്. അമേരിക്ക ടെസ്റ്റഡ് ദെയർ എക്യുപ്മെൻറ്റ് ഡ്യൂറിങ് കാർഗിൽ വാർ. താടിക്ക് തീ പിടിച്ചപ്പോൾ അവൻ പപ്പടം ചൂട്ടെടുത്തു അത്, മറ്റേ സാധനം ഓഫ് ചെയ്ത് വെച്ചത്. യെസ്, ദേ ഡിഡ് ദാറ്റ്. ദേ ഡിഡ് ദെയർ എക്സ്പെരിമെൻറ്റ് അറ്റ് അവർ കോസ്റ്റ്. ഇതും നടന്നു കാർഗിലിൽ. കാർഗിലിൻ്റെ ലെസൺ ഇതാണ്. ഒന്ന് സുന്ദർജി കാണിച്ചു തന്ന എക്സാമ്പിൾ. ഐ ഡോണ്ട് നോ വെദർ ദാറ്റ് എക്സാമ്പിൾ ഈസ് റെലവൻറ്റ് നൗ. ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിക്കാണും, സിറ്റുവേഷൻസ് മാറിക്കാണും. കാരണം 86-87 എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും ആണവശക്തികളല്ല. നമ്മൾ പൊഖ്രാൻ 1 കഴിഞ്ഞ് നിൽക്കുന്നു. അവർ കഹൂട്ട റിയാക്ടറിന് അടിത്തറ പോലും ഇട്ടിട്ടുണ്ടോ എന്ന് സംശയം ആ സമയത്ത്. സോ ദ സിറ്റുവേഷൻ വാസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ രണ്ടുപേരും ആണവശക്തികളാണ്. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവശക്തി തേങ്ങയൊന്നുമില്ല. ചൈനയെ കാണിച്ചിട്ട് അവൻ പേടിപ്പിക്കുകയാണ്. ബിക്കോസ് ദർ ഈസ് ഒപ്പീനിയൻ ഡിഫറൻസ് ബിറ്റ്വീൻ സയൻറ്റിസ്റ്റ്. ഈ അണു വിസ്ഫോടനം ഒരു രാജ്യം നടത്തിക്കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് അവരുടെയൊക്കെ ഈ ഭൂചലന മാധ്യമ അതിൽ ഈ വൈബ്രേഷൻ കാണിക്കും. ഇപ്പം പലരും പറയുന്നത് പാകിസ്ഥാൻ ഇത് ചെയ്തിട്ടില്ല. അതൊരു ലോക്കി സം അതർ ബോംബായിരുന്നു. ഇറ്റ്സ് നോട്ട് എ ന്യൂക്ലിയർ ബോംബ് ഓർ എനിത്തിങ് എന്ന് പറയുന്നവരുണ്ട്. അല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പുറത്ത് വന്നിട്ടുണ്ട്, വലിയ ആർഗ്യുമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. പിന്നെ അത് ശാന്തമായി. ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞവരുടെ കൂട്ടത്തിലാണ്. പാകിസ്ഥാൻ ആ കേപ്പബിലിറ്റി ഒന്നുമില്ല. മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തോ പടക്കം പൊട്ടിച്ച് നിൽക്കുകയാണ് ആശാൻ. എന്ത് വൈകിക്കോട്ടെ, നമ്മൾ സ്ക്വയർലി പാകിസ്ഥാനെ ഫേസ് ചെയ്യും. ഇപ്പോൾ ഈ ജമ്മുവിലെ കാട് എന്ന് പറയുന്നത് നമ്മളുടെ വീക്ക് പോയിൻ്റാണ്. എന്തുകൊണ്ട് നമ്മുടെ സ്ട്രോങ് പോയിൻറ്റ്സിലേക്ക് നമ്മൾ യുദ്ധം കൊണ്ടുവരുന്നില്ല? കച്ചിലേക്ക്, രാജസ്ഥാനിലേക്ക്, പഞ്ചാബിലേക്ക് ഈ യുദ്ധം അങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ഈ വഴക്ക് അങ്ങോട്ട് കൊണ്ടുവരണ്ടേ? നമ്മൾ കൊണ്ടുവന്നിട്ട് അടിക്കണ്ടേ? ഈ 4 മുതൽ 6 വരെ കിലോമീറ്ററാണ് നമ്മളും പാകിസ്ഥാനുമായിട്ടുള്ള ആ ബോർഡറിൽ ആൾതാമസമൊക്കെ തുടങ്ങുന്നത്. ഒരു മേ ബി 2 കിലോമീറ്റർ വരെ ഗ്യാപ്പിൽ ഉണ്ട്. ഒരു ഡ്രോൺ ഇങ്ങോട്ട് അയക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഡ്രോണിലാണ് മയക്കുമരുന്ന് വരുന്നത്. 50 ഡ്രോൺ അവിടെ നിന്ന് വരും. അതിൽ 2-3 എണ്ണം പട്ടാളക്കാർ വെടിവെച്ചിടും. അതിൽ നിന്ന് ഈ 250 ഗ്രാമിൻ്റെ ഒരു പൊതിയൊക്കെ കിട്ടും. ബാക്കിയുള്ളതോ ഇവരുടെ വില്ലേജിലേക്ക് കയറിപ്പോകും. കൂടുതലും പഞ്ചാബിൽ അവിടെ ഇവിടെയൊക്കെ വീഴും. ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശല്യങ്ങൾ. ഈ പതിയിരുന്ന് പട്ടാളക്കാരെ കൊല്ലുന്നത് മാത്രമല്ല, ഇതുപോലത്തെ ദുരിതങ്ങളെല്ലാം ചെയ്യുന്നു പഞ്ചാബിൽ. അപ്പോൾ പഞ്ചാബിൽ വലിയൊരു കൺഫ്രണ്ടേഷൻ ഉണ്ടാവുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്. കം വാട്ട് മേ, വരട്ടെ എന്ന് ലോകരാജ്യങ്ങളിലെ എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങോട്ട് മാറും. ഗസ പോകും, യുക്രൈൻ പോകും, ഇന്ത്യ പാകിസ്ഥാനായിട്ട് വരും. നമ്മൾ പറയും ഇതിൻ്റെ രണ്ടിലൊന്നും തീരുമാനിക്കാതെ ഞങ്ങൾ ഈ ഡിപ്ലോയ്മെൻറ്റ് മാറ്റുന്നില്ല. കം വാട്ട് മേ. അതല്ലാതെ ഡോക്ടർ ജയശങ്കർ ആയാലും എന്താ, നരേന്ദ്രമോദി ആയാലും എന്താ, ഇങ്ങനെ ഈ വാചകം എല്ലാ വാർഷികത്തിനും ഈ വാചകങ്ങൾ പറയാറുണ്ട്. പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തും. എന്ത് നിലയ്ക്ക് നിർത്തും? അവൻ നിലയ്ക്ക് നിൽക്കുന്നേ ഇല്ല. അല്ല, ഇപ്പോൾ തന്നെ ഈസ് ഡൂയിങ് വാട്ട് എവർ ഹി വാണ്ട്. നമ്മുടെ 15 ഓഫീസർമാർ മരിച്ചു കഴിഞ്ഞു. അതെ, നമ്മുടെ ആൾക്കാരോട് ഈ യുദ്ധം ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. തോക്കെടുക്കുന്നതിന് മുമ്പ് തന്നെ വരട്ടെ 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 വരട്ടെ, നിൽക്ക് 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 നിൽക്ക്. ഈ 71 യുദ്ധത്തിൽ കറാച്ചിയുടെ 1 കിലോമീറ്റർ അടുത്ത് വരെ നമ്മൾ പോയതാണ്. അന്ന് ജനറൽ കാൻഡത്ത് എന്ന് പറയുമെങ്കിലും കണ്ടോത്ത് എന്ന് പറയും. മലയാളിയാണ് അദ്ദേഹം. ജനറൽ കാൻഡത്ത് മലയാളിയാണല്ലേ? മലയാളിയാണ്. കണ്ടോത്താണ് കണ്ടോത്താണ് ഇംഗ്ലീഷ് എഴുതി കാൻഡത്ത് എന്നവർ വായിക്കാൻ തുടങ്ങി. അദ്ദേഹം സ്റ്റൈലിന് കാൻഡത്ത് അത് തടയാനൊന്നും പോയില്ല. കണ്ടോത്താണ്. കണ്ടോത്ത് കരുണാകര മേനോനോ സംതിങ് അങ്ങനെയാണ്. കണ്ടോത്താണ്. അപ്പോൾ ജനറൽ കാൻഡത്ത് കരഞ്ഞുപോയി. ഇത്രയും പേരെ ഞാൻ കൊലയ്ക്ക് കൊടുത്തത് എന്തിനാണ്? ഈ കറാച്ചി പോർട്ട് അത് നമ്മുടെ കയ്യിലിരുന്നേന്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. 93,000 പട്ടാളക്കാരെ ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മൾ തിരിച്ചു പിടിച്ചു വെച്ചവർ. ഇവരെ പിടിച്ചു വെച്ച് നിങ്ങൾക്ക് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ആ സ്ഥലം ഞങ്ങൾക്ക് തരണം, അവിടുത്തെ ആളുകളെ നിങ്ങൾ എടുക്കണം, എന്നാൽ ഈ 93,000 പട്ടാളക്കാരെ തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതുപോലും സമ്മതിക്കേണ്ട ഗതികേടിലായിരുന്നു പാകിസ്ഥാനെന്ന് ചെയ്തതിനെ അവർ.
യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് ഭുട്ടോ പ്രമേയം കീറിയിട്ട് ഇറങ്ങിപ്പോയി. അതിൻ്റെ വീഡിയോ ഇപ്പോഴും ഇതിലുണ്ട്, യൂട്യൂബിലുണ്ട്. പറഞ്ഞു എല്ലാ മഹാഭാവികളും ഇന്ത്യക്ക് അനുകൂലമാണ്. ബാക്കിയുള്ളവർ ശാന്തരായിട്ടിരുന്നു. ഒരു രാജ്യം മാത്രം കമൻ്റ് അടിച്ചു, പോക്കൃത്തരം മുഴുവൻ ചെയ്ത് നിങ്ങളാണ്, അതുകൊണ്ടാണ് ഇന്ത്യ എല്ലാവരും നോ സപ്പോർട്ട് ഫോർ പാകിസ്ഥാൻ, നോ സപ്പോർട്ട്. പാകിസ്ഥാൻ പറഞ്ഞു ഇത്ര യൂണിലാറ്ററലായിട്ട് യുണൈറ്റഡ് നേഷൻസിൽ എല്ലാവരും പെരുമാറുക, പ്രമേയം പാസ്സാക്കുക, ഞാൻ ഈ പ്രമേയം കീറിക്കളയുകയാണെന്ന് പറഞ്ഞിട്ട് ഭുട്ടോ അയാളുടെ അനുചരന്മാരുമായിട്ട് ഇറങ്ങിപ്പോയി. ദാറ്റ് വാസ് അവർ അപ്പർ ഹാൻഡ്. വേൾഡ് സ്റ്റുഡ് വിത്ത് അസ്, ബട്ട് സ്റ്റിൽ വി സെറ്റ് കൊടുത്തേക്ക്. പക്ഷെ ഇതിനൊക്കെ ഒരു മാറ്റം എന്ന് പറഞ്ഞല്ലേ നരേന്ദ്രമോദി വരുന്ന ഈ ആളുകളിങ്ങനെ കുട്ടിഘോഷിച്ചു 56 ഇഞ്ച് I will not comment on his political decision because Prime Minister knows 10,000 times more than me about the situation. ഇവരൊക്കെ ബ്രീഫ് ചെയ്യാതിരിക്കുന്നുണ്ടോ? ബട്ട് ആൾക്കാർ എല്ലാം പറയൂല. സുന്ദർജി പറയാതെ ചെയ്ത ആളാണ്. പറയാതെയും ചെയ്യാം. ഇഫ് എ ടൈം കംസ് and if they decide, they will do it without consulting the political authority. And they can. ഞാൻ അവരത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയോ പറയുകയോ സൂചിപ്പിക്കുകയോ ഒന്നുമല്ല. പക്ഷേ ഹൈലി ഇൻ്റലക്ച്വൽ മാൻ കേട്ടോ. നമ്മൾ സുവർണക്ഷേത്രത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ജനറൽ സുന്ദർജിയോട് പത്രക്കാർ വടിയും പിടിച്ച് പുള്ളി അതിന് ഇരുന്ന് കൊടുത്തു. പത്രസമ്മേളനം ചോദിക്കണം. അപ്പോൾ ചോദിക്കാൻ പലർക്കും പേടിയാണ്. അവർ പറഞ്ഞു ഈ സുവർണക്ഷേത്രത്തിൽ കയറി വെടിവെച്ച ആളെയൊക്കെ കൊല്ലുന്നതിന് പകരം സുവർണക്ഷേത്രം പട്ടാളം വളയുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരുടെ ഭക്ഷണം തീരുമല്ലോ അകത്ത്. ഭക്ഷണം തീർന്നു കഴിയുമ്പോൾ ഇവർ തളരും, തോക്കെടുക്കാൻ പറ്റാതെയാകും. അങ്ങനെ പണ്ട് ഇന്ന സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, എത്തിയോപ്യയിൽ ചെയ്ത് കുറേ ഉദാഹരണങ്ങളൊക്കെ. സുന്ദർജി പറഞ്ഞു ഞാൻ ഒരു 5000 പേരെ വെച്ചിട്ട് സുവർണക്ഷേത്രം വളയുക. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ച വരെയൊക്കെ ആൾ അവരുടെ ഭക്ഷണം മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഒരു 3-4-5 ദിവസം കൂടെ നിൽക്കും. 1 മാസം എന്ന് വെച്ചോ. ഈ 1 മാസത്തിനിടയ്ക്ക് എൻ്റെ 5000 പേരുടെ ചുറ്റും ഒരു 3 ലക്ഷം പഞ്ചാബികൾ വളയും. 1 മാസത്തെ സമയം കൊടുത്തല്ലോ. പഞ്ചാബിലെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് സുവർണക്ഷേത്രം പട്ടാളം വളഞ്ഞു എന്നുള്ള വാർത്ത അന്ന് പത്രം വഴിക്ക് പരന്ന് എല്ലാവരും കൂടെ വന്ന് ഇന്ത്യൻ പട്ടാളത്തെ വളഞ്ഞു. എത്ര പേരെ ഞാൻ വെടിവെച്ച് കൊല്ലണം? ഇതേ 5000 പട്ടാളക്കാർ തിരിഞ്ഞു നിന്ന് ഈ ജനക്കൂട്ടത്തെ വെടിവെക്കണം. വെറും കിംവദന്തികളുടെ പുറത്ത് വന്നു കൂടിയ ജനം. നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ഇത്തരം ഓപ്പറേഷൻസൊക്കെ മിനിമം മരണങ്ങളുമായിട്ട് ഇത് തീർക്കണമെങ്കിൽ മിന്നൽ പോലെ ഓപ്പറേറ്റ് ചെയ്ത് തീർക്കണം. അതുകൊണ്ടാണ് അന്ന് സുന്ദർജിയുടെ തൊട്ട് താഴെ ജനറൽ ബ്രാർ പറഞ്ഞു, അല്പം അശ്ലീലമാണ്, ഈ അതിനകത്തുണ്ടായിരുന്ന ടെററിസ്റ്റുകൾ, ഇഫ് ഐ ഹാഡ് ദീസ് പീപ്പിൾ വിത്ത് മീ ഐ വുഡ് ദ ഹെൽ ഔട്ട് ഓഫ് പാകിസ്ഥാൻ. അത്രയ്ക്കും മിടുക്കന്മാരാണ് അകത്തുണ്ടായിരുന്നത്. റിട്ടയർഡ് മിലിറ്ററിക്കാരാണ് അവർ, സിഖുകാരാണ്. തോക്ക് വെറുതെ പുഷ്പം പോലെ കൈകാര്യം, 2 വിരൽ കൊണ്ട് തോക്കിങ്ങനെ കറക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അതുപോലത്തെ ടീമാണ്. അവരെ കൊന്നു കഴിഞ്ഞിട്ട് ജനറൽ ബ്രാർ പറഞ്ഞു, ഈ ടീമിനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഡാഷ്ഡ്. ഇതാണ് ജനറൽ ബ്രാർ പറഞ്ഞത്. ദിസ് ഈസ് ദ വേ മിലിറ്ററി ഹാസ് ടു ഓപ്പറേറ്റ്. ദീസ് ആർ ഓൾ ദ എക്സാമ്പിൾസ്. നമ്മളുടെ ജനറൽ ഐ തിങ്ക് കൃഷ്ണറാവു, അദ്ദേഹത്തോട് ഇത് വല്ലപ്പോഴും ഇവർ പത്രക്കാരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കും, വളരെ വല്ലപ്പോഴും. അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയധികം കാശ് ചിലവാക്കി ഇത്ര ലക്ഷം പട്ടാളക്കാർ എന്തിനാണ് നമ്മൾ മഹാത്മാഗാന്ധിയുടെയും ബുദ്ധൻ്റെയും നാരായണ ഗുരുവിൻ്റെയും പുള്ളി പറഞ്ഞു, കരയണ്ട. എന്തിനാണെന്നറിയാം ഇത്രയും പട്ടാളക്കാർ? യുദ്ധത്തിൽ റണ്ണറപ്പ് ട്രോഫി ഇല്ല, അതുകൊണ്ടാണ്. അപ്പോഴാണ് പത്രക്കാരൊക്കെ വെളിവ് വീഴുന്നത്. ശരിയാണ്, ശരി. യുദ്ധത്തിൽ വിജയിക്കുന്നതിന് മാത്രമേ ഉള്ളൂ, രണ്ടാം സ്ഥാനം ഇല്ല. ഇറ്റ് ഇസ് നോട്ട് ദെയർ. അപ്പം ഇത്ര ബ്രില്യൻ്റാണ് നമ്മളുടെ ഓഫീസേഴ്സൊക്കെ. അവരെ വെച്ചിട്ടാണ് നമ്മൾ ഈ വാചകം അടിച്ചുകൊണ്ട് പാകിസ്ഥാനെ കാണിച്ചു തരാം, കാണിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്? അതെ, ഇറ്റ്സ് ഓൾ ഡിസപ്പോയിൻറ്റിങ്. ഏതായാലും നമ്മുടെ 527 ഭടന്മാരെയാണ് നമുക്ക് കാർഗിൽ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത്. അവരുടെ ഓർമ്മ ദിവസം കൂടിയാണത്.
അവരെ ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരെ ഏൽപ്പിക്കുക. ഗിവ് ദം എ ഫ്രീ ഹാൻഡ് ആൻഡ് സീ ദ വണ്ടേഴ്സ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ഇന്ത്യൻ പട്ടാളക്കാർ. നമ്മുടെ ഒരു ചെറിയ ശബ്ദമാണ്, ഇതൊരു വലിയ ശബ്ദമായി മോദിയുടെ കാതിലെത്തട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.